மதுரை முட்டை பரோட்டை, ஆனப்பாளையம் சிக்கன் ஃப்ரை சாப்பிட்டாச்சா? இல்லையா? எங்கே கிடைக்குமோ தெரியுமா? இங்கே தான் கிடைக்கும். எங்கே? இங்கே கிளிமானூர். பா. ആശാനെ, എന്തുണ്ട് കഴിക്കാൻ? മധുരൈ മുട്ട പൊറോട്ട, ആറപ്പാളയം ചിക്കൻ ഫ്രൈ, പിന്നെ ചിക്കൻ പെരട്ട്, ബീഫ് ഫ്രൈ, പൊറോട്ട, എന്താ വേണമെങ്കിലും തരും. ഇപ്പം എങ്ങനെ ഹോട്ടൽ ഫീൽഡിൽ എത്തിപ്പോയി? ഇപ്പം പ്രോഗ്രാം അൺസീസൺ ആണല്ലോ, അതുകൊണ്ട് ഒരു 2 മാസക്കാലമായുള്ളൂ എൻ്റെ തട്ടുകട തുടങ്ങിയിട്ട്. പണ്ട് നടത്തിയിരുന്നില്ലേ കുറച്ച് മുന്നേ? കുറച്ച് മുന്നേ നടത്തിയിരുന്നു. അത് കൊറോണ ആയപ്പോഴാണ് അത് നിർത്തേണ്ടി വന്നത്. 1.5 വർഷം കണ്ടിന്യൂ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം പുതുക്കി ഇപ്പം കുറച്ച് നല്ല ഭംഗിയായിട്ട് അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതി. നമ്മൾ തുടങ്ങിയത് വേണുനാഗവള്ളിയില്ലേ? തുടങ്ങിയ ഫിഗറിൽ? അയ്യോ, ഫിഗറിൽ വേണുനാഗവള്ളിയല്ല. ഞാൻ ആദ്യമായിട്ട് ഫിഗർ ചെയ്യുന്ന ജഗതി സാറിൻ്റെയാണ്, ജഗതി ശ്രീകുമാറിൻ്റെ. അദ്ദേഹത്തിൻ്റെ പഴയകാല രൂപം, ആ പഴയകാല രൂപം മിമിക്രിയിൽ തന്നെ ഒരു നടൻ്റെ പഴയകാല രൂപം ആരും ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ചെയ്യുന്ന ഞാനാണ്. ഇപ്പം ചെയ്തിച്ചേട്ട സൗണ്ടിൽ ഇപ്പം എന്താ ഒരു പൊറോട്ട ഉണ്ടെന്ന് ഇങ്ങനെ പറയും? പൊറോട്ട ആറപ്പാളയം ചിക്കൻ ഫ്രൈ എടുക്കട്ടെ? അങ്ങനെ അപ്പം കഴിച്ചാൽ അങ്ങോട്ട് അങ്ങോട്ട് പോവാം. വാ. ചേക്കു എന്നാണ് എന്നെ എല്ലാവരും വിളിക്കുന്നത്, ചേക്കു രാജീവ് എന്നാണ്. അപ്പം അത് നമ്മുടെ ജനപ്രിയനായ ദിലീപേട്ടനെ ഞാൻ സ്റ്റേജിൽ രൂപവും ശബ്ദവും അനുകരിക്കുകയായിരുന്നു. മാധവൻ കള്ളനാ, ചേക്കിൻ്റെ സ്വന്തം കള്ളൻ. ആ ഡയലോഗ് പറഞ്ഞ് നമ്മുടെ ഒരു സുഹൃത്താണ് ചേക്കു എന്ന് വിളിച്ച് എല്ലാവരും, പിന്നെ എല്ലാ മിമിക്രി ആർട്ടിസ്റ്റുകളും ചേക്കു രാജീവ് എന്ന് വിളിച്ചു തുടങ്ങി. അപ്പോൾ അതിൻ്റേതാണ് ചേക്സ്. കോഴിയായിട്ട് മാത്രമേ ചെയ്യുന്നു നമ്മളല്ലേ? ആ കോഴി ഐറ്റം, ചിക്കൻ പെരട്ടും ആറപ്പാളയം ചിക്കൻ ഫ്രൈയും. ഈ ആറപ്പാളയം പ്രോപ്പർ സ്ഥലം മധുരയാണ്. രസക്കൂട്ടാണ്. എൻ്റെ വൈഫിൻ്റെ സ്ഥലം മധുരൈ ആറപ്പാളയം. റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കണ്ടു കഴിഞ്ഞാൽ ഒരു മഞ്ഞ നമ്മുടെ പെരട്ടി വെച്ചേക്കുന്ന കണ്ടു കഴിഞ്ഞാൽ, സാധാരണ എല്ലാം മുളക് ചുവന്ന കളറല്ലേ, ഇത് മഞ്ഞ കളറിലാണ് ഇരിക്കുന്നത്, ഏകദേശം ഒരു ഓറഞ്ച് കളറിലാണ്. അത് വറുത്തെടുക്കുമ്പോൾ നല്ല ചുമചുമായിരിക്കും. ഇതിപ്പോ രാജയുടെ പൊറോട്ട അടിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അത് സ്പീഡിൽ ഇങ്ങനെ അടിക്കും. അപ്പൊ അത് വീടുതാവളിയാണെങ്കിൽ ഇങ്ങനെ. പിന്നെ ജഗതി അടിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. പിന്നെ ആരെ ഫിഗർ? ദിലീപിന്റെ ഫിഗർ ചെയ്യാറുണ്ടോ? ആ, ദിലീപ് ചെയ്യാറുണ്ട്. പിന്നെ വിജയ് സേതുപതി, ശങ്കർ. വിജയ് സേതുപതി നമ്മുടെ വിക്രം സിനിമയുടെ ഷർട്ടൊന്നും ഇല്ലാതെ വരത്തില്ലേ, ആ ഒരു സ്റ്റൈലിൽ. നമ്മൾ കിളിമാനൂർ വരികയാണെങ്കിൽ കിളിമാനൂർ നേരെ ലെഫ്റ്റില്ലേ? കിളിമാനൂർ നേരെ നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നെങ്കിൽ കിളിമാനൂർ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് ആറ്റിങ്ങൽ റോഡ്, അവിടെ നിന്ന് പുതിയാവ് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഗുരുദേവ് ഐ ടി ഐ ഓപ്പോസിറ്റ് റോഡ്, രാജരാജവർമ്മ റോഡ്. നമ്മൾ 5:30 മണി തൊട്ട് 5:30, 6 തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഒരു 10-10 വരെ ഉണ്ടാവും. ഇത് ഫുൾ പോർഷൻ എങ്ങനെ വരുന്ന ചിക്കൻ? ഫുള്ളാണെങ്കിൽ വലിയ പീസാണെങ്കിൽ 5-6 എണ്ണം വരും. അതുപോലെ ചെറിയ പീസാണെങ്കിൽ 8 എണ്ണം. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 130 ഫുള്ള്. പൊറോട്ട, ചപ്പാത്തി, ദോശ, ദോശ, രസവട, സാമ്പാർ, ചമ്മന്തി. രാജുവിന്റെ 10-500 പൊറോട്ട ചിലവാകുമോ ഒരു ദിവസം? ഒരു 250 പൊറോട്ട, പിന്നെ ഒരു 7 കിലോ ചിക്കൻ ഫ്രൈ എന്തായാലും പോവും. അതെ, മധുരൈ മുട്ട പൊറോട്ട അല്ലേ? മധുരൈ മുട്ട പൊറോട്ട അതിപ്പോൾ ചെയ്ത് ഓക്കെ. സാലന.
ആ വിശക്കുന്നു. വിശക്കുന്നാ ആ റെഡി. റെഡിയായില്ലേ? ഇതൊന്ന് ശകലം ഒന്ന് ടേസ്റ്റ് ചെയ്തു. തെറ്റു സെറ്റ് നമുക്ക് എടുത്തോ. എടുക്കാം. ഇത് പോരട്ടെ. ഓക്കെ. ഇത് ആനപ്പാളയം ചിക്കൻ ഫ്രൈ. ആ ഒരു കഷ്ണം പോരട്ടെ. ആ എടുക്കാം. വെറൈറ്റി ടേസ്റ്റ് അല്ലേ? ഇതിനെക്കാട്ട് ഇഷ്ടം ഇതാ. ചിക്കൻ ഫ്രൈ പൊളിച്ചു. പൊളിച്ചല്ലേ? ഭക്ഷണം നല്ലതായിരിക്കണം, ആൾക്കാർക്ക് കൊടുക്കുന്ന ഭക്ഷണം നല്ലതായിരിക്കണം, അതേ ഉള്ള ആഗ്രഹം. കട സെറ്റപ്പായി മാറട്ടെ. അതെ അതെ. ഒരു വലിയ കടയിൽ തുടങ്ങി നമുക്ക് വിപുലീകരിക്കണം പരിപാടി. അതെ. കുറെ സ്റ്റേജ് പരിപാടിയും വന്ന് ചെറുതിൽ നിന്ന് വലുതോട്ട് പോവാം. ഈ കട്ടനും കൂടെ കുടിച്ച് നമുക്ക് പിരിയാം. അപ്പൊ ഓക്കെ ബൈ.